നമ്മളിപ്പോൾ പിപ്പി ഐലൻഡിലെത്തി. ആദ്യം തന്നെ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കയറിയത്. കാരണം രാവിലെ ഭക്ഷണം കഴിച്ചില്ല, ചായ കുടിച്ചില്ല, ഒന്നും ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഹോട്ടലിൽ ഇറങ്ങി. രാവിലെ 6 മണിയായപ്പോൾ ഞാൻ ഹോട്ടലിൽ ഇറങ്ങിക്കണം. പിന്നെ ഒരു 4 കിലോമീറ്റർ ഫെറി ഫോർട്ടിൻ്റെ അടുത്തേക്ക് നടന്ന്. കാരണം ഒന്ന് ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അപ്പോൾ ഒരു 4 കിലോമീറ്റർ ഫെറി ഫോർട്ടിൻ്റെ അടുത്തേക്ക് നടന്ന്. അവിടുന്ന് ഫുഡൊന്നുമില്ല, പിന്നെ ഒന്നുമില്ല അവിടെ. അപ്പോൾ വിശന്ന് വലിഞ്ഞു വന്നതാണ്. അപ്പോൾ എൻ്റെ മുമ്പിലേക്ക് വലിയൊരു ഓഫർ വെച്ച് 250 ബാത്തിന് എത്ര വേണമെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞു. ഇവിടെ വലുത് ടൂറിസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനത്തെ ഒരുപാട് ഹോട്ടലുണ്ട്. 250 രൂപക്ക് അൺലിമിറ്റഡ് ഫുഡുള്ള ഒരുപാട് ഹോട്ടലുണ്ട്. അപ്പോൾ അതിലൊരു റെസ്റ്റോറൻ്റാണിത്. ഇവിടെ പിന്നെ ഏത് ഹോട്ടലിൽ കയറിയാലും കുറേ ഇലയും പിന്നെ വെജിറ്റബിൾ അങ്ങനെ പച്ചോട് കൂടിയിട്ട് മിക്ക ഹോട്ടലിലും ഒരു 95% ഹോട്ടലിൽ കയറിയാലും നമുക്ക് ഇങ്ങനത്തെ ഇലകളും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ പല ഐറ്റംസ് ഉണ്ട്. വൈറ്റ് റൈസ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ കാണാൻ രസമുണ്ടെങ്കിലും തിന്നാൻ നമ്മളെ നാട്ടിലുള്ളവർക്ക് അത്ര ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല. കാരണം പല നാട്ടിലെ ഫുഡും നമുക്ക് പറ്റില്ല. നമ്മളെ തൊട്ടടുത്ത സ്റ്റേറ്റിലെ കർണാടകത്തിലെയും തമിഴ്നാട്ടിലെ ഫുഡ് വരെ നമുക്ക് പറ്റില്ല. കാണാൻ രസമുണ്ടെങ്കിലും നമ്മളൊരു ടേസ്റ്റ് ആയിരിക്കില്ല അത്. പിന്നെ ഇതിൽ നമ്മൾ നല്ല സ്പൈസി ആയിട്ട് വിചാരിക്കുന്ന പല സാധനങ്ങളും നല്ല മധുരം മിക്സ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതും കൂടി കിട്ടില്ല. പിന്നെ ഇവിടെ കഴിച്ചതിൽ അത്യാവശ്യം കഴിക്കാൻ പറ്റിയ ഈ കാണുന്ന പഴംപൊരിയും പിന്നെ ഈ ചിക്കനും മാത്രമാണ് അത്യാവശ്യം ടേസ്റ്റ് ഉള്ളത്. ബാക്കിയുള്ളതൊക്കെ രസമുണ്ട്. നമ്മളെ നാട്ടിലെ ഫുഡിനോടൊന്നും കൂടി മാച്ച് ചെയ്ത് കിട്ടില്ല എന്ന് മാത്രം. പിന്നെ കുറേ കാലം നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ രസം ഉണ്ടാവും. പിന്നെ നമുക്കത് ശീലമാകുമല്ലോ. പിന്നെ നമ്മളതൊക്കെ ഇഷ്ടപ്പെട്ട് വരും. പിന്നെ സൂപ്പുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വയറ് നിറച്ച് കഴിക്കുക. ഏകദേശം 2-3 മണിക്കൂർ വരെ നമുക്ക് കഴിക്കാനുള്ള സമയമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ പോണ്ടിച്ചേരിയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഓന് പുറത്ത് നിൽക്കുന്നുണ്ട്. ഓനെ കാണാൻ വേണ്ടി ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഭക്ഷണം ഫുള്ള് കഴിച്ചില്ല, ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിലുള്ളവരോട് പറഞ്ഞ് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് പുറത്ത് നിൽക്കുന്നുണ്ട്, ഓനൊന്ന് കണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓല് പറഞ്ഞു സാർ പറ്റില്ല, ഒറ്റ പ്രാവശ്യം ഇതിനകത്തേക്ക് കയറാൻ പറ്റും, പുറത്തിറങ്ങി പിന്നെ കയറി കഴിഞ്ഞാൽ രണ്ടാമത് ബില്ലടിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവനോട് പറഞ്ഞ് പിന്നെ നമുക്ക് വൈകുന്നേരം ഫുക്കറ്റിൽ നിന്ന് കാണാം, ഇനി പോയിക്കോ, ഞാൻ ഭക്ഷണം കഴിച്ച് കംപ്ലീറ്റ് ആക്കട്ടെ എന്നാണ്. അങ്ങനെ നമ്മളെ പോരാട്ടം തുടങ്ങുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നോടാ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. കാരണം ഞാൻ ഏകദേശം ആ 2-3 മണിക്കൂർ ആടിയിരുന്നു. ഫുഡടി തന്നെ, ഫുഡടി. പല സാധനങ്ങളും പ്ലേറ്റിലേക്ക് വാരിയിടുക, കൊണ്ടുവരിക, കഴിക്കുക. ഫുഡിൻ്റെ അപ്പുറം പ്ലേറ്റും മാറാൻ തുടങ്ങിയപ്പോൾ ഓർക്ക് മനസ്സിലായി ഇത് തെറ്റില്ല, പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളവർക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒരു സ്റ്റാൻഡേർഡിന് വേണ്ടി കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ നല്ല തട്ടിക്കുന്നു. പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡടിയും കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് 400 ബാത്താണ് പിപ്പി ഐലൻഡിൽ നിന്ന് പുക്കറ്റിലേക്കുള്ളത്. ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ച് ഫുള്ളായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഫുള്ളാവുകയൊന്നുമില്ല. ഏകദേശം 1 മണിക്കൂർ അരമണിക്കൂർ ഇടവിട്ടിട്ട് ഇവിടുന്ന് ഷിപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്, ബോട്ട് പോകുന്നുണ്ട്. പിന്നെ സ്പീഡ് ബോട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ എന്ത് ചെയ്ത് ഫസ്റ്റേ ഒന്ന് ബുക്ക് ചെയ്തിട്ട് അവിടെയുള്ള ഒരു 3-4 ട്രാവൽസ് കയറി പിന്നെ റൈറ്റൊക്കെ അന്വേഷിച്ച്. അപ്പോൾ 500 ബാത്തൊക്കെയാണ് ചോദിക്കുക. ചിലർ 450 പറയൂ. അങ്ങനെ ഞാൻ 400-ന് പിന്നെ ഒരു ടിക്കറ്റ് എടുത്ത്. ഇവിടെ ഇഷ്ടം പോലെ കടകളുണ്ട്, ജ്യൂസ് പലതരം സാധനങ്ങൾ കിട്ടുന്ന ഇഷ്ടം പോലെ കടകളുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ പൊതുവേ പിന്നെ റേറ്റ് ഭയങ്കര അധികമാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന 250-ൻ്റെ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞത് അങ്ങനത്തെ റെസ്റ്റോറൻറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ലത് അതാണ്. 250 ബാത്ത് പോയെങ്കിലും അത്യാവശ്യം വയറ് ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിലും ചെറിയ 3-4 സാധനം വാങ്ങുമ്പോഴേക്കൊക്കെ ഈ 200-250 ബാത്തൊക്കെ തീരും. പിന്നെ അത്രയും വില ഉണ്ട് ചെറിയ എന്തെങ്കിലും സാധനം വാങ്ങാൻ തന്നെ. മറ്റേ നമുക്ക് വയറ് നിറച്ച് നല്ല ഫുഡ് കഴിക്കാമല്ലോ 250 ബാത്ത് കൊടുത്താലും. പിന്നെ പിപ്പി ഐലൻഡിലെ പ്രധാന സംഭവം ഈ ബീച്ച് തന്നെയാണ്. ഈ ബീച്ചിലേക്ക് ഇവിടെ കുളിക്കാനും സ്നോർക്ലിങ് സർഫിങ്ങിനൊക്കെ വേണ്ടിയാണ് അധികം ആൾക്കാർ ഇവിടേക്ക് വരൽ. പിന്നെ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ബീച്ചാണ്. ഞാൻ ബീച്ചിൻ്റെ ഒരു കുറഞ്ഞ ഭാഗം മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഫുള്ള് വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലുമായിട്ട് പിന്നെ നമ്മളെ സമയം അങ്ങ് പോകും, ആസ്വദിക്കാൻ പറ്റില്ല. അതിനെക്കൊണ്ട് വളരെ കുറച്ച് സമയം എടുത്തിട്ട് പിന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ഒരു അത്യാവശ്യം വലിയൊരു പിന്നെ ദ്വീപ് തന്നെയാണ് ഈ ഒരു പിപ്പി ഐലൻഡ്. ഇതിലൊരുപാട് ഇവിടെ നമുക്ക് രാത്രി സ്റ്റേ ചെയ്യട്ടോ, ഒരുപാട് പിന്നെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ചുറ്റും. ഇവിടെ വന്ന് ഇറങ്ങിയാൽ മതി, ഗൈഡ് നമുക്ക് കാണിച്ചു തരും. പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരുപാട് റൂം അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കുക, സ്റ്റേ ചെയ്യുക, പിറ്റേന്ന് പോവാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യാം. ഞാനിവിടെ സ്റ്റേ ചെയ്തില്ല. എൻ്റെ ഒരു സുഹൃത്ത് പോണ്ടിച്ചേരിയിൽ നിന്ന് ഗൗതം, അപ്പോൾ ഗൗതവും എൻ്റെ ഫ്രണ്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മീറ്റ് ചെയ്യാനതിനും
ഞങ്ങൾ മുമ്പ് പ്ലാൻ ചെയ്തത്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഓന് പാക്കേജിൽ വന്നതാണ്. അപ്പോൾ ഒരു കുറച്ച് സമയം ഇവിടെ കാണാൻ വേണ്ടി ട്രാവൽസിൻ്റെ ആൾക്കാർ കൊടുത്തേയുള്ളൂ. അപ്പോൾ ഓൻ പെട്ടെന്ന് തന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് കാത്തു നിൽക്കുന്ന സമയം വരെ ഓന് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഓൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി. അപ്പോൾ ഫുക്കറ്റിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ഓനോട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ഫുക്കറ്റിലെത്തണം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സ്റ്റേ ചെയ്തില്ല. പിന്നെ ഇവിടെ വാങ്ങിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ട്. പക്ഷേ വാങ്ങിക്കാനുള്ള പൂതി ഉണ്ടെങ്കിലും ഇതൊക്കെ കെട്ടിവലിച്ച് നടക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. തായ്ലാൻഡിൽ പർച്ചേസ് ചെയ്യാൻ പിന്നെ ക്രാബി, ഹട്ടിയായി ഒക്കെയാണ് നല്ല വിലക്കുറവുള്ള നല്ല സാധനങ്ങളുള്ളത്. പിന്നെ ഇവിടെ ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ കുറച്ച് വില കൂടും. പിന്നെ പല സ്ഥലങ്ങളിലും അതൊഴികെയുള്ള ബാക്കി സ്ഥലങ്ങളിലൊക്കെ കുറച്ചും കൂടി റേറ്റ് കൂടും. അങ്ങനെ നമ്മൾ ഏകദേശം തിരിച്ചു പോകാനുള്ള സമയമായി. ഞാനൊരു 10-15 മിനിറ്റ് മുമ്പേ ഫെറി ഫോർട്ടിലേക്ക് പോകുന്നതാണ്. പിന്നെ അത് നല്ലതാണല്ലോ. എന്തെങ്കിലും കാരണം കൊണ്ട് പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത പിന്നെ ഫെറി പോകണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പേ ഫെറി ഫോർട്ടിലേക്ക് വന്നതാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മളങ്ങനെ പിപ്പി ഐലൻഡ് വിടും. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അത്രയും നല്ല സ്ഥലമാണ്. അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത് പുക്കറ്റിലേക്കുള്ള യാത്രയും പുക്കറ്റിലെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരാണ്.